മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. യോഗത്തിന് മുന്നോടിയായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ലീഗ് മന്ത്രിമാരുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം, PM ശ്രീ പദ്ധതിയിലെ നിലപാട്, പാർട്ടി സംവിധാനങ്ങൾ മറികടന്നുള്ള പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇന്നലെ പുറത്തു വന്ന നേതാക്കൾ ഒക്കെ പറഞ്ഞത് അങ്ങനെ ഒരു നിയന്ത്രണമൊന്നുമില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാർട്ടിയെ മറന്നുള്ള മന്ത്രിപ്പണി വേണ്ട എന്നുള്ള കർശന നിർദ്ദേശം ഇവർക്ക് നൽകി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇന്നലെ നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ ലീഗ് നേതൃത്വം മന്ത്രിമാർക്ക് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ ഒരു തുടർച്ച ഇന്നത്തെ ഈ സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നത്. VD സതീശൻ സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോൾ വിവാദങ്ങൾ വലിയ തോതിൽ പുകയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലീഗിന്റെ കമ്മിറ്റി ചേരുന്നത്. അധികാരമേറ്റ നാൾ മുതൽ ഏതാണ്ട് വിവാദങ്ങളിൽ കുരുക്കാൻ CPM-ന് കഴിയുന്നുണ്ട്. ഒപ്പം ഈ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിനടക്കം വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനമായും പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനവും PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളും വലിയ തോതിൽ വളം നൽകുന്ന ഒരു സാഹചര്യം. പുറത്തു നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകരെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് നീങ്ങുന്നു എന്ന വിമർശനം മുന്നണിക്ക് ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ സ്റ്റാഫ് നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം തങ്ങൾ മന്ത്രിമാർക്ക് നൽകി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ പല നേതാക്കളുടെയും ആദ്യ ഘട്ടങ്ങളിലെ അല്ലെങ്കിൽ പല മന്ത്രിമാരുടെയും ഒക്കെ ആദ്യ ഘട്ടങ്ങളിലെ തന്നെ ഈ പ്രതികരണങ്ങൾ അതത്ര ഉചിതമായ രീതിയിലായിരുന്നില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ പോഷക സംഘടനാ നേതാക്കളോ ഒന്നും സർക്കാരിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ നൽകരുത് എന്ന ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കണം എന്ന കൃത്യമായ നിർദ്ദേശവും യോഗങ്ങളിൽ നൽകുന്നു. പാർട്ടി പദവികളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ പദവികളിൽ പൂർണ്ണമായും പാർട്ടിക്കുള്ളിൽ ഉള്ള ആളുകളെ, ഈ പോഷക സംഘടനയുടെ നേതാക്കളെയൊക്കെ നിയമിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം. സംഘടനാ തലത്തിലെ ആലോചന കൂടാതെ ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കരുത് എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം VD സതീശനെതിരെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു പടയൊരുക്കം നടക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഏറ്റവും ശക്തമായ പങ്കുവച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നാലും അതുകൊണ്ട് അത്തരം കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി കസേരയിൽ സതീശനെ ഇരുത്തിയ ശേഷം സർക്കാരിന്റെ ഒരു സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഒരു കൃത്യമായ റോള് മുസ്ലിം ലീഗിനുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു ചട്ടക്കൂടിൽ കൂടി മാത്രം പെരുമാറണം, എല്ലാം സംഘടനാ സംവിധാനത്തിലൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.